നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഴത്തോപ്പിലെ കുരുന്നിന്റെ ദാരുണമായി അപകട മരണം നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയാണ്. ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്കും ഏറെ ദുഃഖകരമുണ്ട്. ആ കുഞ്ഞിന്റെ ചിരിക്കുന്ന മുഖമാണ് എല്ലാവരുടെയും മനസ്സുകളിൽ. സ്കൂളിലേക്ക് സാധാരണ പോലെ മുത്തശ്ശി പറഞ്ഞുവിട്ട കുരുന്നിനെ കുറിച്ച് പിന്നീട് കുറച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ കേൾക്കുന്നത് വളരെ ദാരുണമായി ഹൃദയം പിളരുന്ന ദുരന്ത വാർത്തയായിരുന്നു. മുത്തശ്ശിയാണ് എന്നും കുഞ്ഞു ഹേസലിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഭക്ഷണം നൽകി സ്കൂളിലേക്ക് വിടുന്നത്. സ്കൂൾ ബസ് ഹോണടിക്കുമ്പോൾ ഒരു ചക്കരമുത്തം കൂടി നൽകിയാണ് വിടുന്നത്. ഇന്നലെയും ഈ പതിവ് തെറ്റിയിരുന്നില്ല. പതിവ് പോലെ ഒരുക്കി മിടുക്കിയാക്കി കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട മുത്തശ്ശി 1 മണിക്കൂറിനുള്ളിൽ കേട്ടത് ദുരന്ത വാർത്ത അറിഞ്ഞ് തളർന്നു വീണു എന്നുള്ളതാണ്. ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് ബസ് കയറിയാണ് ഇന്നലെ കുഞ്ഞ് മരിച്ചത്. ഇന്നലെ രാവിലെ തടിയമ്പാട് ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് സ്കൂൾ ബസ്സിൽ ഹേസൽ കയറിയത്. 1 മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ തേടി മരണ വാർത്തയെത്തി. തടിയമ്പാട് ടൗണിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് ഇവർ താമസം മാറിയത് 2 മാസം മുമ്പാണ്. ഹേസലിന്റെ പിതാവ് ബെൻ ജോൺസൺ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ PRO ആണ്. അമ്മ ജീബ ജോൺ തൊടുപുഴ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയും. അപകട വാർത്ത മുത്തശ്ശൻ ബേബിയാണ് ആദ്യം അറിഞ്ഞത്. ഉടൻ മെഡിക്കൽ കോളേജിലെത്തിയ ബേബിക്ക് കുഞ്ഞു മരിച്ച വിവരം അറിഞ്ഞതോടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായ ബേബിക്ക് അരികിലേക്ക് എത്തിയ മേരിയും വിവരം അറിഞ്ഞതോടെ തളർന്നു വീണു. വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന്റെ മുറ്റത്ത് ബസ് കയറി വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയെന്ന് ആരോപണം ശക്തമാവുകയാണ്. പോർച്ചിൽ ബസ് നിർത്തിയാൽ കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നട കയറി സ്കൂൾ വരാന്തയിലൂടെ ക്ലാസ് മുറികളിലേക്ക് പോകുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട കുട്ടികൾ കൈകോർത്ത് മുറ്റത്തുകൂടി നടന്നാണ് ക്ലാസ്സിലേക്ക് പോയത്. ഇവരെ ശ്രദ്ധിക്കാൻ ആയമാർ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട്. ഈ കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു സഹപാഠിയായ ഇനായ തസിൻ 3.5 വയസ്സാണ്. ആ കുഞ്ഞിനെ പരിക്കുകളോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 9-ന് സ്കൂൾ മുറ്റത്താണ് സംഭവം. 17-ാം നമ്പർ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയ ഹേസലും കൂട്ടുകാരിയും നിർത്തിയിട്ട 19-ാം നമ്പർ സ്കൂൾ ബസ്സിന് മുൻപിലൂടെ എതിർദിശയിലുള്ള പ്ലേ സ്കൂൾ കെട്ടിടത്തിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടെ ബസ് പെട്ടെന്ന് മുൻപോട്ടെടുത്തു. ബസ്സിന്റെ മുൻപിലേക്ക് വീണ ഹേസലിന്റെ തലയിലൂടെ മുൻചക്രം കയറിറങ്ങുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഇനായ തസിന്റെ 2 കാലുകൾക്കും സാരമായി പരിക്കേറ്റു. കുട്ടി കരഞ്ഞതോടെ സ്കൂൾ പരിസരത്തുള്ളവർ ബഹളം വെച്ചതോടെയാണ് കുട്ടികൾ ബസ്സിനടിയിൽപ്പെട്ട കാര്യം ഡ്രൈവറും സ്കൂൾ അധികൃതരും അറിയുന്നത്. സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന ആരോപണമുണ്ട്. ഇത്രയും കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത സ്കൂൾ അധികൃതർ കാണിച്ചില്ലെന്ന് തന്നെയാണ് ഉയരുന്ന ആരോപണം. സംഭവത്തിൽ ഡ്രൈവർ പൈനാവ് സ്വദേശി MS ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായും അശ്രദ്ധമായും വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കൽ എന്നീ വകുപ്പുകളാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. അപകടത്തിൽ പരിക്കേറ്റ 3 വയസ്സുകാരി ഇനായ തസിൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹേസലിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്ക് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുമെന്നാണ് അറിഞ്ഞത്. തോരാത്ത കണ്ണീരുമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഗിരിജ്യോതി പബ്ലിക് സ്കൂളിൽ നിന്ന് പോയെങ്കിലും 19-ാം നമ്പർ സ്കൂൾ ബസ്സും അതിനരികിൽ കറുത്ത നിറമുള്ള ചതഞ്ഞെറിഞ്ഞ ഒരു കുഞ്ഞു ചെരുപ്പും സ്കൂൾ മുറ്റത്ത് കിടന്നു. അത് കുഞ്ഞു ഹേസലിന്റെ ചെരുപ്പാവാം. വാഹനാപകടത്തിൽ കുട്ടി മരിച്ചുവെന്ന വാർത്ത പറഞ്ഞതോടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കൂട്ടത്തോടെ സ്കൂളിലേക്ക് എത്തിയതും നേരിയ സംഘർഷത്തിനിടയാക്കി. പോലീസ് ആദ്യം വിദ്യാർത്ഥികളെ സ്കൂളിൽ സുരക്ഷിതരാക്കിയ ശേഷം ഗേറ്റ് അടച്ച് ആളുകളെ നിയന്ത്രിക്കുകയും യഥാർത്ഥ വിവരം രക്ഷിതാക്കളെ ധരിപ്പിക്കുകയും ചെയ്തു. സ്കൂളിന് ബുധനും വ്യാഴവും അധികൃതർ അവധി പ്രഖ്യാപിച്ചു. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, DYSP രാജൻ K അരമന എന്നിവരുടെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ നിന്ന് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്ന് ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു പറഞ്ഞു. അപകട വാർത്ത അറിഞ്ഞ ഉടനെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ മിനി K ജോണും ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി. ദൃക്സാക്ഷികളായ കുട്ടികളെ സമാധാനിപ്പിച്ചു. ആശുപത്രിയിലെത്തി പരിക്ക് പറ്റിയ കുട്ടിയുടെ മാതാപിതാക്കളെയും സമാധാനിപ്പിച്ചു. ഗിരിജ്യോതി പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിനി മരിക്കാനിടയായ അപകടം സ്കൂൾ അധികൃതരുടെ അനാസ്ഥ മൂലമെന്നും രക്ഷാകർത്താക്കൾ പറഞ്ഞു. സ്കൂൾ ബസ്സിൽ പലപ്പോഴും ആയമാരുണ്ടാകാറില്ല. 565 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ ബസ്സുകൾ നിർത്തി കുട്ടികളെ കയറ്റിയിറക്കുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ജീവനക്കാരോ ആയമാരോ ഇല്ല. മുൻപും ഇത്തരത്തിൽ അശ്രദ്ധ മൂലം അപകടം ഉണ്ടായിട്ടുണ്ടെന്നും രക്ഷാകർത്താക്കൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മണിയാറൻകുടിയിൽ അശ്രദ്ധമായി റോഡിൽ ഇറക്കിവിട്ടതിനെ തുടർന്ന് കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവമുണ്ട്.
പ്ലേ സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഖേദമുണ്ടെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂൾ അധികൃതർ പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റി ജീവനക്കാരനും ആയമാരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നെന്നും സംഭവത്തിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോമി പടിഞ്ഞാറെ പുത്തൻപുരയിൽ, PTA പ്രസിഡന്റ് ഡോക്ടർ സിബി ജോർജ് എന്നിവർ പറഞ്ഞു. സ്കൂളിൽ മുൻപ് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കുട്ടികൾക്കുണ്ടായ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വരും ദിവസങ്ങളിൽ കൗൺസിലിംഗ് നൽകുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. തടിയമ്പാട് പറപ്പള്ളിയിൽ കുടുംബത്തിൽ ഹേസൽ ബെന്നിന്റെ മരണം തീരാ ദുഃഖമാണ് ഉണ്ടാക്കിയത്. അടിമാലി മച്ചുപ്ലാവിൽ വിവാഹം കഴിച്ചയച്ച ബെൻ ജോൺസിന്റെ സഹോദരി സ്റ്റെല്ല മരിയയുടെ 3.5 വയസ്സുള്ള കുഞ്ഞ് 6 മാസം മുമ്പാണ് രോഗം ബാധിച്ചു മരിച്ചത്. ഇതിന്റെ സങ്കടത്തിൽ നിന്ന് കരകയറും മുമ്പാണ് ഹേസൽ ബെന്നിന്റെ അപകട മരണം. ഹേസലിന്റെ പിതാവ് ബെൻ ജോൺ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ PRO ആയി ജോലി ചെയ്യുകയാണ്. അമ്മ ജീവ തൊടുപുഴ സഹകരണ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഇരുവരുടെയും ഏക മകളാണ് ഹേസൽ. മാതാപിതാക്കൾ സ്ഥലത്തില്ലാത്തതിനാൽ ഹേസലിന്റെ മുത്തശ്ശൻ ബേബിയുടെയും മുത്തശ്ശി മേരിയുടെയും സംരക്ഷണയിലായിരുന്നു ഹേസൽ. വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ ബേബിയും മേരിയും മെഡിക്കൽ കോളേജിൽ തളർന്നു വീണു. ഇരുവർക്കും മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകി. വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ ബസ്സിനടിയിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിക്കാനിടയായ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിൽ EIV അതായത് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കിയതായി ഇടുക്കി RTO PA ഷബീർ അറിയിച്ചു. വാഹനത്തിന്റെ മുൻഭാഗം അടക്കം കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ വ്യക്തമായി കാണുന്നതിനുള്ള കണ്ണാടിയാണ് ബ്ലൈൻഡ് സ്പോട്ട് മിറർ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ബോധവൽക്കരണ ക്ലാസ് നൽകും. അതിനുള്ള തീയതി ഉടൻ അറിയിക്കുമെന്നും ജോയിന്റ് RTO പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കണം. കാരണം ഈ പല സ്കൂൾ ബസ്സുകൾ പോകുമ്പോൾ അതിൽ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആയമാരെ കാണാൻ സാധിക്കും. എന്നാൽ പലയിടത്തും ആയമാരില്ലാതെയും ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകൾ പോകുന്നത് കാണാറുണ്ട്. തീർച്ചയായിട്ടും സ്കൂളിൽ കുട്ടികൾ ബസ്സിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുട്ടികളുടെ ക്ലാസ് റൂം വരെ പോകാനുള്ള ഒരു സുരക്ഷിതത്വം കൂടി സ്കൂളല്ലേ എന്ന് കരുതിയിട്ട് കാര്യമില്ല. അവിടെ കൃത്യമായിട്ട് അവരെ നിയന്ത്രിക്കാൻ ആയമാരോ അല്ലെങ്കിൽ മറ്റു ജീവനക്കാരോ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്.